ആഴമേറിയ അനുഭവത്തിന്റെ പെൺനിറം ഇത് റെഡ് കാർപ്പറ്റ്. ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. പ്രതിഭകളുടെ ഈ വേദിയിലേക്ക് റെഡ് കാർപ്പറ്റിലേക്ക് ഇന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന നമ്മുടെ ഗസ്റ്റും ഒരു പ്രതിഭ തന്നെയാണ്. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടും സ്വയം പ്രയത്നിച്ച് മുന്നേറിയ ഒരു അഭിനേത്രി, നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ലെന. എനിക്കിഷ്ടം ആരോടും തോന്നാത്തൊരിഷ്ടം. സ്റ്റെപ്പിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഈ വൈറ്റ് ഗൗണിൽ ഒരു ഏഞ്ചൽ ഇങ്ങനെ നടന്നു വരുന്ന പോലെ ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് അപ്പോൾ കണക്ട് ആയത് ചേച്ചി അഭിനയിച്ച ഒരു ആൽബം, അതിലും ഇതുപോലെ തന്നെയായിരുന്നു. ഒരു മിസ്റ്റി ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ, അതിലിങ്ങനെ ഒരു കുതിര വണ്ടിയിൽ ഇങ്ങനെ വരുന്നത്. അത് ഭയങ്കര ഭംഗിയുള്ളൊരു വിഷ്വലായിരുന്നു. അത് ഏത് ആൽബമായിരുന്നു? അത് ഇഷ്ടം എന്ന് പറഞ്ഞ പാട്ടാണ്. പ്രണയം എന്ന് പറഞ്ഞ ആൽബമാണ്. ആ സമയത്ത് ഒരു ഹിറ്റ് സോങ് ആയിരുന്നു. എന്തായാലും ആൽബംസ് ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വളരെ ബിഗിനിങ്ങിലുള്ള ആൽബം തരംഗം അതിലെ ഹീറോയിൻ ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ കൊള്ളാലോ, നല്ലൊരു പെൺകുട്ടി എന്നൊക്കെ എല്ലാരും പറഞ്ഞിട്ടുണ്ടാവും. ആക്ച്വലി ആ സ്നേഹമൊക്കെ കഴിഞ്ഞ സമയത്ത് ചെയ്ത ഒരു ആൽബം ആയിരുന്നു. ആ പാട്ടൊന്ന് പാടുമോ ഞങ്ങൾക്ക് വേണ്ടി? ഒരു 2 വരി. ഇഷ്ടം എനിക്കിഷ്ടം ആരോടും തോന്നാത്തൊരിഷ്ടം, ആരാരും അറിയാത്തൊരിഷ്ടം. ഇഷ്ടം എനിക്കിഷ്ടം ആരോടും പറയാത്തൊരിഷ്ടം, ആരാരും അറിയാത്തൊരിഷ്ടം. ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു പാടുന്ന കാണാനോ കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ 2 വരി പറഞ്ഞപ്പോ തന്നെ പാടി തന്നതിൽ ഒത്തിരി താങ്ക് യു. ഈ രണ്ടാം ഭാവം കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുത്തു പഠിക്കാൻ വേണ്ടിയിട്ട്. അത് കരിയറായിട്ട് സിനിമയോ ഫിലിം ഇൻഡസ്ട്രിയോ എന്റർടൈൻമെന്റ് ബിസിനസ്സോ എനിക്കൊരു കരിയറായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. സേഫ് അല്ല, നാളെ ആർക്കും ഇഷ്ടം നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, പഠിത്തം ഇല്ലെങ്കിൽ എന്ന് വിചാരിച്ച് പിന്നെ ഭയങ്കര എന്താ പറയാ പാഷനറ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഡിഗ്രിക്ക് സൈക്കോളജി പഠിച്ചു. അപ്പോൾ സൈക്കോളജി പഠിച്ചപ്പോൾ എനിക്ക് ഇനി ഒരു സൈക്കോളജിസ്റ്റ് ആവണം, എനിക്ക് MA ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യണം, അത് കഴിഞ്ഞ് MPhil എടുക്കണം. അപ്പോൾ കുറേ നല്ല ഓഫേഴ്സ് വന്നു തുടങ്ങിയ സമയത്ത് ഞാൻ ബോംബെയിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഞെട്ടി. പക്ഷെ എൻ്റെ ഉള്ളിൽ അതായിരുന്നു ശരിയായിട്ടുള്ള തീരുമാനം എന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ സിനിമയിൽ നിന്നൊരു ബ്രേക്ക് വന്നു. എപ്പോഴെങ്കിലും എഴുത്ത് തുടങ്ങി എന്ന് പറഞ്ഞല്ലോ, ഒരു സൈക്കോ ത്രില്ലർ സബ്ജക്റ്റ് എഴുതണം, അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും എഴുതാൻ ഈസി ആയിരിക്കുമോ? അത് ആലോചിക്കാവുന്നതാണ്, പക്ഷെ ത്രില്ലേഴ്സ് എഴുതാൻ എളുപ്പമല്ല. സൈക്കോ ആവാൻ എളുപ്പമാണ്, ത്രില്ലർ എഴുതാൻ ബുദ്ധിമുട്ടാണ്. ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമല്ലേ? അതിഷ്ടമാണ്, പക്ഷെ ഇതുവരെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് വന്നിട്ടില്ല. അത് ഓക്കെ, അത് വന്നിട്ടില്ല. പക്ഷെ തീർച്ചയായും ഞാൻ സൈക്കോളജി പഠിച്ചിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ടാവും. ഒരുപാട് റിസർച്ച്. സൈക്കോ ആൾക്കാരുടെ പിന്നാലെ പോയി അവരുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടന്നു. സൈക്കോ ആൾക്കാരുടെ പിന്നാലെ പോകേണ്ടി വന്നില്ല. ഇന്റേൺഷിപ്പിന് ആക്ച്വലി ഞങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും ഹോസ്പിറ്റൽസിൽ. അപ്പോൾ അതൊരു വളരെ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക്. അതാണ് ശരിക്കും പറഞ്ഞാല് തിരിച്ച് സിനിമയിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ചത്. എന്നുവെച്ചാൽ ശരിക്കും മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ ശരിക്കും അനുഭവിച്ചു. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പോൾ JJ ഹോസ്പിറ്റൽ ബോംബെയിലാണ് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സൈക്യാട്രിക് വാർഡിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കരുത്തുള്ള ആൾക്കാർക്കുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആർട്ടിസ്റ്റ് പൊതുവെ സെൻസിറ്റീവ് ആണ്, ലോല ഹൃദയം എന്നൊക്കെ പറയുന്നില്ല എന്നാലും. പക്ഷെ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്ന്. സിനിമ വിട്ടുപോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സിനിമയോടുള്ള സ്നേഹവും ആ കിട്ടിയ റോൾസൊക്കെ അവസരങ്ങളൊക്കെ എന്നെ ഇങ്ങോട്ട് തേടി വന്നതിനെയൊക്കെ ഞാൻ അഹങ്കാരം കാണിച്ചില്ലേ ഇതൊക്കെ വിട്ടു പോരാനായിട്ട് എന്നൊക്കെ തോന്നിയ ഒരു അങ്ങനെയാണ് തിരിച്ചു വന്നത് അല്ലേ? അങ്ങനെ തിരിച്ചു വന്ന ഒരു ശക്തമായ കഥാപാത്രം ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സീരിയൽസിലൂടെയാണ് തിരിച്ചു വന്നത് സിനിമ വിട്ടുപോയി കഴിഞ്ഞിട്ട്. പക്ഷെ അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. വീട്ടുകാരുടെ ഇടയിൽ കേരളത്തിലുള്ള എല്ലാ വീടുകളിലെ ഒരു അംഗമായി മാറി. അതിനിടയിൽ അമൃത TV-യിലെ അരനാഴിക നേരം എന്ന് പറയുന്ന ഒരു വളരെ ഹൈ ക്വാളിറ്റി പ്രൊഡക്ഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു സീരിയൽ എന്ന് പറയാൻ പോലും പറ്റില്ല നമുക്ക്. ഒരു ലോങ് സീരീസ് ആയിട്ട് ഒരു സിനിമ കാണിച്ചാലുള്ള ക്വാളിറ്റിയിലായിരുന്നു. അത് വളരെ ഹൈ ക്വാളിറ്റി
മേക്കിംഗ് ആയിരുന്നു. അതിലെനിക്ക് ബെസ്റ്റ് ആക്ട്രസിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ആക്ച്വലി അതായിരുന്നു ശരിക്കും നമുക്ക് അംഗീകാരം എന്താണെന്ന് തിരിച്ചറിയുന്ന മൊമെന്റ്. അപ്പൊ അതിനുശേഷം ഐ തിങ്ക് ഞാൻ കരിയറിൽ കുറേ കൂടെ ഫോക്കസ്ഡ് ആയി. റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ നമ്മുടെ പെർഫോമർ ആരാണെന്ന് നോക്കാം. ആ പെർഫോമറിനെ കുറിച്ചിട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മൾ ചെറിയൊരു വിഷ്വൽ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കിയിട്ട് ബാക്കി. ഞാൻ നീനു സാജു. എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തുള്ള മണിയിടാണ് എൻ്റെ നാട്. സിവിൽ സർവൻ്റ് ആവുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അംബീഷൻ. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഏറ്റവും വലിയ പാഷൻസ് ആണ് ഡാൻസ്, മ്യൂസിക്, പിന്നെ പെയിൻറ്റിങ്. എല്ലാവരും എന്നെ വലിയൊരു ക്യൂരിയോസിറ്റിയോടുകൂടി എന്നെ നോക്കാറുണ്ട്. ഈ നോട്ടമെല്ലാം ഞാൻ ശ്രദ്ധിക്കാറുമുണ്ട്. ചിലർ വന്ന് ചോദിക്കും എന്തെങ്കിലും ചലഞ്ചസ് നേരിട്ടിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ എന്നൊക്കെ. പക്ഷേ ഈ 3 വിരലുകളുള്ള ഈ 2 കൈകളും ഈ നീളം കുറവുള്ള ഈ ഒരു കാലുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നോർമൽ. ബാക്കിയുള്ളവരുടെ കണ്ണിലുള്ള ആ നോർമൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ എൻ്റെ നോർമലിനെ കുറിച്ച് എന്തുകൊണ്ട് ബോധറാവണം? പൊന്നിൻ കാണിക്കൊന്ന ആണിമോടി പൂത്തൊരുങ്ങും ചന്തം മീനും കാണ മിന്നൽ കോടിയാരിവളെ കനവിലോ കുളിരുമായി. എൻ്റെ പപ്പയുടെ അനിയൻ, ഞാൻ കൊച്ചാച്ചനെന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ആളാണ് എന്നെ ആദ്യമായിട്ട് പടം വരയ്ക്കാനായിട്ട് എനിക്ക് പെൻസിൽ കൈ പിടിച്ചു തരുന്നത്. ആദ്യകാലത്തൊക്കെ പെൻസിൽ പിടിക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ കുറേ കഴിയുമ്പോൾ കുറച്ച് സ്ട്രെയിൻ തോന്നും. അപ്പം അന്നേരം എൻ്റെ മടി ഒഴിച്ച് ഞാനത് കുറേ നേരത്തേക്ക് പിന്നെ അത് വിട്ട് കളയും. പക്ഷെ അന്നേരം കൊച്ചാച്ചൻ പിന്നെ ഏതെങ്കിലും കോമ്പറ്റീഷൻസിന് എന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത കോമ്പറ്റീഷൻ പിന്നെ പുള്ളി എവിടെന്നെങ്കിലും അത് കണ്ടുപിടിച്ചുകൊണ്ട് വരും. ഈ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അത് ഒരു രസം എന്നൊരു രീതിയിലേക്ക് അത് അവസാനം അത് മാറി. അപ്പോൾ അതുകൊണ്ട് പിന്നീട് എന്തെങ്കിലും സ്ട്രെയിൻ തോന്നിയാൽ എടുത്താലും അതൊന്നും വലിയ കാര്യമല്ല എന്നൊരു കാര്യം എൻ്റെ മനസ്സ് തന്നെ അത് ആക്സെപ്റ്റ് ചെയ്തു. ഞങ്ങളുടെ മകളുടെ കാര്യത്തിൽ പേരൻസ് എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെയേറെ അഭിമാനമുണ്ട്. മകൾ ജനിച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ മാനസിക വിഷമങ്ങളുണ്ടായിരുന്നു. ഇവളെ എങ്ങനെ വളർത്തണം, എങ്ങനെയാണ് ഇവളുടെ കാര്യങ്ങളെന്ന് ഞങ്ങൾ വളരെയേറെ ചിന്താഭാരത്തിലായിരുന്നു. ഇവൾ സ്വയം തന്നെ എഴുന്നേറ്റ് നടന്നു. അതുപോലെ തന്നെ എങ്ങനെ പേന വെച്ച് എഴുതുമെന്ന് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതും അവൾ സ്വയം തന്നെ എഴുതി. അതുപോലെ ഡ്രോയിങ്, അതുപോലെ തന്നെ പഠിത്തം, പാട്ട്, ഡാൻസ്, അതൊന്നും ഞങ്ങൾ എങ്ങും വിട്ട് പഠിപ്പിച്ചതൊന്നും അല്ല. സ്വയം അവൾ കണ്ടെത്തി സ്വയം ചെയ്ത കാര്യങ്ങളാണിതെല്ലാം. അതുപോലെ SLCക്കും അതുപോലെ +2-നും എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങി പത്രമാധ്യമങ്ങളിലൂടെ മകൾ പ്രശസ്തിയായതാണ്. നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ അതിഥി, അതായത് ഒരുപാട് പേർക്ക് ശരിക്കും പ്രചോദനമാണ്. നമ്മൾ ഇത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തെളിയിക്കുന്ന ഒരു കുട്ടിയാണ്. കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കലാപ്രതിഭ വന്നതിന് ശേഷം അറിയാം. സോ ലെറ്റ്സ് വെൽക്കം നീനു സാജു. പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ ബൈ ബർത്ത് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ആയിട്ടാണ്, എന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് ലൈഫിനെ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്സിനെ കാണുന്നത്? സത്യം പറഞ്ഞ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. ചിലപ്പോ ജനിച്ച വഴി എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ചിലപ്പോ പാരൻസിനാണെങ്കിലും ഈ ഒരു പ്രോബ്ലം എന്നൊരു സംഭവം ചിലപ്പോൾ അന്നേരം അവർക്ക് തോന്നി കാണുമായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ എനിക്ക് തോന്നുന്നു ഞാൻ പയ്യെ മുട്ടിലഴിഞ്ഞു തുടങ്ങി. അന്നേരം ഒന്നും മമ്മി എപ്പോഴും പറയാറുണ്ട്, മമ്മി ഒന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്ന് തന്നെ. തന്നെത്താനെയാണ് മുട്ടിലഴിഞ്ഞത്, തന്നെത്താനെയാണ് എഴുന്നേറ്റത്. ക്ലാസ്സിൽ പോകാൻ പറ്റുമോ എന്ന് തന്നെ അറിയത്തില്ലായിരുന്നു, പേന പിടിക്കുമോന്ന് അറിയത്തില്ലായിരുന്നു, എന്നെ കൈ പിടിച്ച് എഴുതിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ തന്നെയാണ് പേന പിടിച്ച് എല്ലാം എഴുതി തുടങ്ങിയതെല്ലാം തനിയായിരുന്നു. അപ്പം മമ്മി പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം എഴുതി തുടങ്ങി, ഓക്കെ ഇനി ഒന്നും നോക്കാനില്ല, അവൾ എന്നെ വെച്ച് ചെയ്തോളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്നിലുള്ളൊരു കോൺഫിഡൻസ് ആണ് സത്യം പറഞ്ഞ ഇവിടം വരെ ഞാൻ എത്തിയതെന്ന് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും വലിയ സപ്പോർട്ട് അമ്മയാണോ? എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടും ഞാൻ എൻ്റെ ഈശ്വരനായി തന്നെ കാണുന്ന ആളും എൻ്റെ അമ്മ തന്നെയാണ്. ആരും എന്നെ വിശ്വസിക്കാതിരുന്ന സമയത്തും ഞാൻ എന്ത് തീരുമാനം എടുത്താലും അമ്മ പറയാറുണ്ട്, ചെയ്തോ, നിനക്കത് പറ്റും, നിനക്കത് പറ്റും, നീ ശ്രമിച്ചോ, അങ്ങനെ എൻ്റെ അടുത്ത് പറയാറുണ്ട്.
ചില കാര്യങ്ങൾ വരുമ്പോൾ അമ്മയ്ക്ക് പേടിയുണ്ടാവും, പക്ഷെ അന്നേരം അമ്മ ആ സൈഡിലേക്ക് വരത്തില്ല. അപ്പം അത് ചെയ്ത് തീർന്നതിന് ശേഷം ഓക്കെ കുഴപ്പമില്ല. പേഴ്സണലി ഒരു ഡിസബിലിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ല. എനിക്കൊരിക്കലും ഫീൽ ചെയ്യാറില്ല. കാരണം ഞാൻ നടക്കുമ്പോഴാണെങ്കിലും അങ്ങനെ ആരെങ്കിലൊക്കെ ജസ്റ്റ് നോക്കും എടുക്കുകയൊക്കെ ചെയ്യും. അപ്പം അന്നേരം ഞാൻ പെട്ടെന്ന് അമ്മയുടെ അടുത്ത് നിന്നിട്ട് കുഞ്ഞു ഉടുപ്പൊക്കെ ഇട്ട് നടക്കുന്ന പ്രായമാണല്ലോ. അപ്പം അമ്മയുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കും, അമ്മയെ ഞാൻ സുന്ദരിയല്ല അമ്മേ. എല്ലാവരും നോക്കുന്നുണ്ടല്ലോ. എല്ലാവരും നോക്കുന്നുണ്ട്. അന്നേരം ചോദിക്കും, അമ്മയെ ഞാൻ സുന്ദരിയല്ല അമ്മേ. അപ്പൊ അമ്മ പറയും, ആ അതെ നീ സുന്ദരിയാണല്ലോ. ഗ്രേറ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ശരിക്കും കുട്ടിക്കാലത്ത് ആർക്കും നെഗറ്റിവിറ്റി മനസ്സിന്റെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ടാണ്. എല്ലാവരും എന്നെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സുന്ദരി ആയതുകൊണ്ടാണ്. അണ്ടർസ്റ്റുഡ് കാര്യമാണ്. ഓക്കെ, സോ ആക്ച്വലി എനിക്കും പ്രേക്ഷകർക്കും ശരിക്കുള്ള ഈ ഡിസബിലിറ്റി എന്ന് നമ്മൾ പറയുകയാണെങ്കിലും ആക്ച്വലി എന്താണ് സിറ്റുവേഷൻ, ലൈക്ക് വാട്ട് ഇസ് യുവർ ഡിഫറൻസ്? ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ലെഫ്റ്റ് ഫീമറിന് ലെങ്ത് കുറവാണ്. ജനിച്ച വഴി ലെങ്ത് കുറവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ലെഫ്റ്റ് ഹിപ്പ് എന്ന് പറയുന്നതും ഒരു പ്രോപ്പറായിട്ടൊരു ഹിപ്പല്ല. ഓക്കെ, എന്തോ ഒരു മസിൽസും പിന്നെ എന്തൊക്കെയോ ഒരു ബോണിൻ്റെ എന്തൊക്കെയോ ഫോർമേഷൻസ് ആയിട്ട് ഇങ്ങനെ തടഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രം. പിന്നെ എനിക്ക് ഫിംഗേഴ്സും കുറവാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിലേറെ ഡിഫറൻസ് ഉണ്ടായിരുന്നു നേരത്തെ 2 കാലം. സർജറി എന്തെങ്കിലും ചെയ്തല്ലേ? ഒരു 10 വർഷം മുന്നേ കാക്കനാട് സൺറൈസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ ഡോക്ടർ ബിജു എം നായരുടെ അടുത്ത് ഒരു സർജറി ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം 2 years നീണ്ടു നിൽക്കുന്ന ഇലിസറോവ് എന്ന് പറഞ്ഞിട്ടൊരു സർജറി ട്രീറ്റ്മെന്റ് ആയിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 18 സെന്റിമീറ്ററോളം ലെങ്തൻ ചെയ്തെടുത്തു. 18 സെന്റിമീറ്റേഴ്സ് ലെങ്തൻ ചെയ്തെടുത്തു. എനിക്ക് ആദ്യത്തെ ഡിഫറൻസ് 25 സെന്റിമീറ്റേഴ്സ് ആയിരുന്നു. അപ്പം അന്നേരം എന്ന് പറയുമ്പോൾ അത് ഷൂസ് വെച്ച് പോലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഏങ്ങിക്കുത്തിയായിരുന്നു ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നീട് ചെന്ന് കഴിയുമ്പോഴേക്കും അത് നട്ടലിന് തേയ്മാൻ അങ്ങനെ കുറെ വിഷയങ്ങളാകും എന്ന് പറഞ്ഞിട്ടാണ് ട്രീറ്റ്മെന്റിലേക്ക് വന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 8-10 സെന്റിമീറ്റേഴ്സിന്റെ ഡിഫറൻസ് ആണ് ഇപ്പോൾ ഉള്ളൂ. റിയലി ഹാറ്റ്സ് ഓഫ് ടു യുവർ സ്പിരിറ്റ്. ആൻഡ് ഇതിനേക്കാളും വളരെ ഫാഷനബിൾ ആയിട്ടുള്ള കുറെ ഷൂസ് ഉണ്ടോ? ഇല്ല ഇല്ല, നമുക്ക് ആക്ച്വലി ഉണ്ടാക്കണ്ടേ അല്ലേ? വേണം കളർഫുൾ ആയിട്ടുള്ള എല്ലാം ഉണ്ടാക്കാൻ പറ്റണം. യു ക്യാൻ മേക്ക് കസ്റ്റമൈഡ് ഷൂസ് എനി ഡേ. അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ആർക്കെങ്കിലും ഷൂ മേക്കേഴ്സ് ഉണ്ടെങ്കിൽ, ബിക്കോസ് എൻ്റെ അടുത്ത് കുറേ ഷൂ മേക്കേഴ്സ് ആക്ച്വലി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ക്യാൻ വി മേക്ക് ഷൂസ് ഫോർ യു? ഇപ്പോഴത്തെ ഒരു വളരെ വലിയ ട്രെൻഡാണ്. So please come up with innovative ideas for beautiful shoes. എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാലം കുത്തി എനിക്ക് കടലിൽ നിൽക്കണം എന്ന് വലിയൊരു ആഗ്രഹം. ഇതുപോലത്തെ ലെതറിന്റെ ഷൂസ് ആയതുകൊണ്ട് അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഷൂ മേക്കേഴ്സിനുള്ള അടുത്ത വെല്ലുവിളി. അതെ, ഗ്രേറ്റ്. അപ്പൊ എന്തായാലും അങ്ങനെ എന്താണ് ആക്ച്വലി നീനു പെർഫോം ചെയ്യുന്നത്? ഞാൻ പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് ഡാൻസ് ആണ്. പിന്നെ ഞാൻ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, എൻ്റെതായ രീതിയിൽ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കും. പക്ഷെ ഫ്രണ്ട്സ് എല്ലാവരും എപ്പോഴും കൈയടിക്കും. അത് കൈയടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്. അപ്പം പിന്നെ ഞാൻ പിന്നെ ഡാൻസ് ചെയ്ത് കോളേജിൻ്റെ ഞാൻ സേക്രഡ് ഹാർട്ട് കോളേജ് തേവരയിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെയാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നൊരു സംഭവം എനിക്ക് അങ്ങനെ പൊതുവേ ആൾക്കാർക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന 4 ആള് പറഞ്ഞ് പുഷ് ചെയ്താല് ആരും എന്തെങ്കിലും എന്നാലും ചെയ്യില്ല. അപ്പൊ ഒരാള് സ്വയം ഈ ആറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. ഗ്രേറ്റ്. സോ വെരി പ്രൗഡ് ടു ബി ഏബിൾ ടു മീറ്റ് യു. മാമിനെ കണ്ടപ്പോ തന്നെ ഞാൻ ആദ്യം എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് കോടതി സമക്ഷം പാലം വക്കീലില് പോലീസ് സ്റ്റേഷനിൽ മാം വരുന്നത്. എനിക്ക് ഭയങ്കര ഒരു അയൺ ലേഡി വന്ന് നിൽക്കുന്ന ആ ഒരു ഭയങ്കര ഗ്രേസ് ആണ്. താങ്ക് യു. ആൻഡ് ഐ ഫീൽ ദ സെയിം വെൻ ഐ സീ യു. ആക്ച്വലി ഞാനൊക്കെ അത് കുറെയൊക്കെ അഭിനയിക്കായിരിക്കും, ബട്ട് യു ആർ ആക്ച്വലി ദാറ്റ്. കൂടെ വന്നിരിക്കുന്ന എന്റെ മ്യൂസിക് സാറാണ്. ഞാൻ ഏകദേശം ഒരു 1.5 കൊല്ലമായിട്ട് ഇപ്പൊ സാറിന്റെ അടുത്ത് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട്. ഓ, അത് ശരി. സാർ, അപ്പൊ പറയൂ, നമ്മുടെ മിടുക്കി കുട്ടിയെ കുറിച്ച് സാറിന് എന്താണ് തോന്നിയിട്ടുള്ളത്? എപ്പോഴും അവളുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ തന്നെയാണ് തീരുമാനിക്കാറ്. അവള് എന്തെങ്കിലും ആഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ നിൽക്കും, ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കും. അതിൽ നമ്മൾ എതിര് പറ്റില്ല, നിനക്കത് പറ്റില്ല എന്ന് ഞങ്ങൾ പറയാറില്ല. എന്ത് പറഞ്ഞാലും അത് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. മാഷിന്റെ ഒരു ബെസ്റ്റ് സ്റ്റുഡന്റ് തന്നെയാണ്. തീർച്ചയായിട്ടും. താങ്ക് യു സർ, താങ്ക് യു. നീനുവിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാഷും ഫാമിലിയും ഒക്കെ ഉള്ളത് വലിയൊരു ഭാഗ്യമാണ്.
നീനുവിനെ കണ്ണു വെച്ചാതിരിക്കട്ടെ. പിടിച്ചോ. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര എനർജി ആൻഡ് യുവർ എക്സ്പ്രഷൻസ് എല്ലാം കൂടി അവിടെ നിന്ന് എന്താ പറയണേ, കൈയടിച്ചിട്ട് എനിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. അത്ര അടിപൊളിയായിരുന്നു. ലവ്ലി പെർഫോമൻസ്. ആൻഡ് നമ്മൾ സ്ത്രീകൾക്ക് ശരിക്കും ഇതൊരു പ്രചോദനമാണ്. ലൈഫിനെ ഇതേപോലെ പോസിറ്റീവായിട്ട് കാണാനും മുന്നോട്ട് പോവാനും ആൻഡ് ഇതേപോലെ സ്മൈൽ ചെയ്ത് എല്ലാവർക്കും ജീവിക്കാൻ പറ്റണം. അതിനൊരു എക്സാമ്പിളാണ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ് നീനു. ആൻഡ് നീനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന മാഷ്, നീനുവിൻ്റെ അമ്മയ്ക്ക് വലിയൊരു ഹായ് ഞങ്ങളുടെ എൻറ്റയർ ടീമിന്റെ വക. ആൻഡ് അതുപോലെ ഒരു ഫാമിലി എല്ലാം കൊണ്ടും യു ആർ ലക്കി. സോ ഗോഡ് ബ്ലെസ് യു.